അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലജ്ജ എന്നുള്ളത് അറബിയിൽ അൽ ഹയാ എന്ന് പറയും. ലജ്ജ എന്ന് പറയുന്നത് ഒരു നല്ല രീതിയാണ്, നല്ല സ്വഭാവമാണ്. ലജ്ജ എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടമപ്പെടുത്തിയ ഒരു നല്ല വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ലജ്ജ എന്ന് പറയുന്നത് മണിയറക്കുള്ളിലെ ഒരു വധുവിന് എത്ര ലജ്ജയുണ്ടാകുമോ അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലജ്ജ എന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇക്കാലത്ത് നഷ്ടപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം എന്നതൊന്നും ചിന്തിക്കാതെ ലജ്ജയില്ലാതെ നമ്മുടെ അവയവങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നതായി കാണാം. വിശിഷ്യ സോഷ്യൽ മീഡിയകളിൽ പോലും ലജ്ജയില്ലാതെ ചില സംസാരങ്ങൾ സംസാരിക്കുന്നതായിട്ടും കേൾക്കാൻ സാധ്യമാവുന്നുണ്ട്. ലജ്ജ എന്നുള്ളത് ഒരു മുഅ്മിന് വേണ്ട നല്ല ഒരു വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ. ലജ്ജ എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നന്മയല്ലാതെ കൊണ്ടുവരാതിരിക്കില്ല. ലജ്ജ മുഖേന ഒരു മനുഷ്യനിക്ക് നന്മയാണ് ലഭ്യമാകുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു. ലജ്ജ എന്നുള്ളത് അത് മുഴുവൻ, ലജ്ജയുടെ എല്ലാ ഇനവും അത് മുഴുവനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നന്മയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് നാം നല്ല ലജ്ജയുള്ളവരായിരിക്കണം. വേണ്ടത് വേണ്ട സമയത്ത് പറയുക എന്നല്ലാതെ വേണ്ടാത്ത സമയത്ത് പറയരുത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നല്ലാതെ വേണ്ടാത്ത സമയത്ത് ചെയ്യരുത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സ്ഥലത്തല്ലാതെ വേണ്ടാത്ത സ്ഥലത്ത് വെച്ച് ചെയ്യരുത്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയേണ്ട ആളുകളോട് പറയേണ്ട വിധത്തിൽ പറയുക, അതും ലജ്ജയുടെ ഭാഗമാണ്. എന്നല്ലാതെ ലജ്ജയില്ലാതെ സദാസമയവും മനസ്സ വാച കർമ്മണ ഒന്നും തന്നെ നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.